ഇന്ന് മെയ് 21 അന്താരാഷ്ട്ര ചായ ദിനം. ചാലിശ്ശേരിയിലെ പ്രഭാതങ്ങൾക്കും സായാഹ്നങ്ങൾക്കും രുചിക്കൂട്ട് പകരുകയാണ് കളിയത്തുവീട്ടിൽ പ്രകാശൻ എന്ന 63കാരൻ. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം പ്രകാശൻ ഉന്തുവണ്ടിയിൽ ചായക്കട നടത്താൻ തുടങ്ങിയിട്ട് 33 വർഷം പിന്നിടുകയാണ്. പ്രതിദിനം നൂറുകണക്കിന് ആളുകളാണ് പ്രകാശേട്ടന്റെ ചായ കുടിക്കാനായി ഇവിടെ എത്തുന്നത്. ചൂടൻ ചായയ്ക്കൊപ്പം ലഭിക്കുന്ന പരിപ്പുവടയും ഉള്ളിവടയും നാട്ടുകാർക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. ദൂരസ്ഥലങ്ങളിൽ നിന്നുപോലും എണ്ണപ്പലഹാരം വാങ്ങാനെത്തുന്നവർ ധാരാളമുണ്ടെന്ന് സ്ഥിരമായി ഇവിടെ എത്തുന്ന ചങ്ങരംകുളം സ്വദേശി പ്രജിത്ത് പറഞ്ഞു. അങ്ങനോളാണ്. അപ്പൊ ഞാൻ ഈ വഴിക്കൊക്കെ വാടക വരുമ്പോ എന്തായാലും ഇവിടെ കയറും. ഇനി വാടകക്കാർ ഇഷ്ടമുണ്ടെങ്കിലും ഞാൻ അവരെ കൊണ്ട് ഇവിടുന്ന് ചായ കുടിപ്പിച്ചിട്ട്. അതിപ്പോ കുറച്ച് വർഷങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ്. ആ ചായ പിന്നെ കടികളും. ചായക്കൊപ്പമുള്ള പരിപ്പുവട ഇവിടുത്തെ വലിയ പ്രത്യേകതയാണ്. വിപണിയിൽ ലഭിക്കുന്ന മികച്ച പരിപ്പ് ഉപയോഗിച്ചാണ് പ്രകാശൻ വട തയ്യാറാക്കുന്നത്. രുചിയേക്കാൾ ഉപരി ആളുകളെ വീണ്ടും വീണ്ടും ഈ കടയിലേക്ക് ആകർഷിക്കുന്നത് പ്രകാശേട്ടന്റെ സ്നേഹപൂർവമായ പെരുമാറ്റമാണ്. ചായയുടെ മധുരത്തിനൊപ്പം സ്നേഹവും നൽകണം എന്ന ലളിതമായ ജീവിത പാഠമാണ് അദ്ദേഹം വർഷങ്ങളായി പകർന്നു നൽകുന്നത്. ആദ്യകാലങ്ങളിൽ കൂലിപ്പണി ചെയ്ത് ജീവിതം മുന്നോട്ടു കൊണ്ടുപോയിരുന്ന പ്രകാശന് പിന്നീട് ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നു. അതോടെയാണ് ചായക്കച്ചവടത്തിലേക്ക് തിരിഞ്ഞത്. അങ്ങനെ ഇവിടെ കച്ചവടം തുടങ്ങി. ഇപ്പൊ 33 വർഷമായി. കുഴപ്പമൊന്നുമില്ലാണ്ട് ജീവിതമൊക്കെ സുഖം അടിപൊളിയായിട്ട് പോയി. മക്കളുടെ പഠിപ്പ് കാര്യങ്ങൾ സുഖമായിട്ട് പോയി. ഇതുവരെ യാതൊരു കുഴപ്പമില്ല. ഈ ഒരു വരുമാനം കൊണ്ട് തന്നെ ഞാൻ ഇതുവരെ ജീവിച്ചത്. രാവിലെ ആദ്യമൊക്കെ ഒരു 7 മണിയാകുമ്പോൾ തുറന്നത്, ഇപ്പൊ 8 മണിയാകുമ്പോൾ തുറക്കുള്ളൂ കച്ചവടം. ആ ചെറിയ തുടക്കം പിന്നീട് നാട്ടുകാരുടെയും വിദ്യാർത്ഥികളുടെയും സൗഹൃദ കൂട്ടായ്മയുടെ കേന്ദ്രമായി മാറുകയായിരുന്നു. രാവിലെ 7 തുടങ്ങുന്ന കച്ചവടം വൈകിട്ട് വരെ തുടരും. പ്രകാശേട്ടന്റെ ചായയുടെ രുചി നുണയാത്തവർ ചാലിശ്ശേരിയിലും സമീപ പ്രദേശങ്ങളിലുമെല്ലാം വളരെ വിരളമാണ്. അതേസമയം ഗ്യാസിന്റെ വില വർദ്ധിച്ചതും പുതുതലമുറ ന്യൂജൻ പലഹാരങ്ങളിലേക്ക് തിരിഞ്ഞതും കച്ചവടത്തെ സാരമായി ബാധിക്കുന്നുണ്ടെന്ന് പ്രകാശേട്ടൻ പറയുന്നു. ഞങ്ങൾക്ക് ഗ്യാസിനൊക്കെ 1250 ഉണ്ടായിരുന്നു. അത് പോയിട്ട് ഇപ്പോ 3500 രൂപയായി. ഞങ്ങളൊക്കെ അവസ്ഥ വളരെ മോശപ്പോ. ചായക്കടക്കാരെ എല്ലാവരും ഉണ്ട് തന്നെയെന്നല്ല, എല്ലാവരുടെയും എത്ര കൂട്ടി വെച്ചാലും അത് മുതലാവസ്ഥ അന്തരീക്ഷമാണ് ഇപ്പോൾ. സുനിതയാണ് സഹധർമ്മിണി. അഖിൽ, അഭിജിത്ത് എന്നിവർ മക്കളാണ്.